2 മുട്ട പുഴുങ്ങി മാറ്റി വയ്ക്കുക. 1 സവാള വറുത്ത് കോരി അത് മാറ്റി വയ്ക്കുക. 1 സവാള, 5 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി ചതച്ചത് എല്ലാം കൂടെ വഴറ്റി അത് മാറ്റി നമ്മൾ വെക്കുക. കുറച്ച് മല്ലിയില, പുതിനയില അത് കഴുകി വൃത്തിയാക്കി എടുക്കുക. വറുത്ത് കോരിയ സവാളയിലേക്ക് കുറച്ച് നെയ്യും കൂടെ അതിലേക്ക് ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിടുക. അരിഞ്ഞ് ചേർക്കണം കേട്ടോ, മല്ലിയില, പുതിനയില. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട മാറ്റി വയ്ക്കുക. ഉരുളി അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന മസാല അതിലേക്കിട്ട് കുറച്ച് തൈരും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ടയും കൂടെ ചേർക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടാകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കുക. നമ്മൾ നെയ്ച്ചോറ് അവിടെ ആദ്യമേ തന്നെ പാകപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോ ലെയറായിട്ട് മുട്ടയുടെ മുകളിലേക്ക് ഈ നെയ്ച്ചോറ് നമ്മൾ വിതറി കൊടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, പുതിനയില അതും കൂടെ നന്നായിട്ട് വിതറി വീണ്ടും നമ്മൾ അതിൻ്റെ പുറത്തേക്ക് ഒരു തട്ട് ചോറിട്ട് മല്ലിയില, പുതിനയില ഇട്ട് വിതറി ദമ്മ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കുക. ഇനി ചൂട് പോരാന്ന് തോന്നുവാണെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മൾ തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ പുറത്തേക്ക് ഈ ദമ്മ് ചെയ്ത ചോറെടുത്ത് അതിൽ വെക്കാവുന്നതാണ്. 5 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി ബിരിയാണിയാണ്.